തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് മേൽക്കൈ. നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ജനയുഗം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് മേൽക്കൈ. ജില്ലാ പഞ്ചായത്തുകളിൽ എൽ.ഡി.എഫും യു.ഡി.എഫും 7 ഇടങ്ങളിൽ വീതം വിജയിച്ചു. കോർപ്പറേഷനുകളിൽ 4 യു.ഡി.എഫും എൽ.ഡി.എഫും എൻ.ഡി.എയും ഓരോന്നും നേടി. യു.ഡി.എഫ് 54 നഗരസഭകളിലും എൽ.ഡി.എഫ് 28 ഇടത്തും വിജയിച്ചു. ഗ്രാമപഞ്ചായത്തുകളിൽ യു.ഡി.എഫ് 504 എൽ.ഡി.എഫ് 341 നേടി. ബ്ലോക്ക് പഞ്ചായത്തിൽ യു.ഡി.എഫ് 79 ഇടത്തും എൽ.ഡി.എഫ് 63 ഇടത്തും വിജയിച്ചു. എല്ലാത്തരം വർഗീയതയ്ക്കുമെതിരായ പോരാട്ടം കൂടുതൽ ശക്തമായി തുടരേണ്ടതിന്റെ ആവശ്യകത അടിവരയിടുന്ന ഫലമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തലസ്ഥാന നഗരത്തിൽ എൻ.ഡി.എക്ക് മേൽക്കൈ നേടാനായതും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വർഗീയതയുടെ സ്വാധീനമുണ്ടായതും മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണ്. വർഗീയ ശക്തികളുടെ ദുഷ്പ്രചരണങ്ങളിലും കുടിലതന്ത്രങ്ങളിലും ജനങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രത ഇനിയും ശക്തമാക്കേണ്ടതുണ്ടെന്ന മുന്നറിയിപ്പാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനവിധി മാനിക്കുന്നുവെന്നും സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. യു.ഡി.എഫ് ബി.ജെ.പി ബന്ധം ഈ തിരഞ്ഞെടുപ്പിലും കണ്ടു. പരോക്ഷമായും പ്രത്യക്ഷമായും അവർ ബന്ധം പുലർത്തി. ഇടതു മൂല്യങ്ങൾ ഉയർത്തി തിരുത്തേണ്ട നിലപാടുകൾ തിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രകടനത്തെ അഭിനന്ദിച്ച കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി നേടിയ ശ്രദ്ധേയമായ വിജയത്തെ എളിമയോടെ അഭിനന്ദിക്കുന്നുവെന്ന് ശശി തരൂർ പറഞ്ഞു. തലസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ ശ്രദ്ധേയമായ മാറ്റത്തെ അടയാളപ്പെടുത്തുന്ന ശക്തമായ പ്രകടനമാണ് ബി.ജെ.പിയുടേതെന്നും ശശി തരൂർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ഭരണമുണ്ടായിരുന്ന പന്തളം നഗരസഭയും ബി.ജെ.പിയെ കൈവിട്ടു. 3-ാം സ്ഥാനത്തേക്ക് ബി.ജെ.പി പിന്തള്ളപ്പെട്ടു. 34 ഡിവിഷനുകളിൽ 14ലും എൽ.ഡി.എഫ് വിജയിച്ചു. 11 യു.ഡി.എഫ് വിജയിച്ചപ്പോൾ 9 സീറ്റുകൾ മാത്രമാണ് ബി.ജെ.പിക്ക് നേടാനായത്. കഴിഞ്ഞ തവണ എൽ.ഡി.എഫിന് 9 സീറ്റുകളാണ് പന്തളത്ത് ഉണ്ടായിരുന്നത്. ബലാത്സംഗ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തൻ ഫെനി നൈനാന് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വൻ പരാജയം. KSU സംസ്ഥാന ഭാരവാഹിയായ ഫെനി അടൂർ നഗരസഭ 8-ാം വാർഡിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായിരുന്നു. ഫെനി നൈനാനൊപ്പമാണ് രാഹുൽ തന്നെ കാണാനെത്തിയതെന്നും പീഡനശേഷം ഫെന്നിയാണ് തന്നെ യാതൊരു ദയയുമില്ലാതെ വീട്ടിലേക്കുള്ള വഴിയിൽ ഇറക്കിവിട്ടതെന്നും യുവതി ആരോപണം ഉന്നയിച്ചിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുമെന്നും തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ടു പോകുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. LDF സർക്കാർ ജനങ്ങൾക്കു വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ച് തുടർ നിലപാടുകൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല വാർഡിൽ LDFിന് മിന്നുന്ന വിജയം. പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലെ തുടർ ഭരണവും LDF ഉറപ്പിച്ചു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത മേഖലയിലും LDFിന് വിജയം നേടി. ചൂരൽമലയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KK സഹദും അട്ടമലയിൽ K ശൈലജയും വിജയിച്ചു. VD സതീശന്റെ വാർഡിൽ LDFിനാണ് വിജയം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MPയുടെ വാർഡായ ആലപ്പുഴ നഗരസഭ കൈതവന വാർഡിൽ LDFിന്റെ സൗമ്യ രാജ് വിജയിച്ചു. കട്ടപ്പന നഗരസഭയിലെ കനത്ത തോൽവിക്ക് പിന്നാലെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതായി കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ EM ആഗസ്തി. ഇനി മുതൽ വേദിയിലുണ്ടാകില്ല. ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത്. സദസ്സിലുണ്ടാകും, പ്രസംഗിക്കാനുണ്ടാകില്ല, ശ്രോതാവായിരിക്കുമെന്നും EM ആഗസ്തി ഫേസ്ബുക്കിൽ കുറിച്ചു. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.